നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 10 ന്യൂനപക്ഷ വോട്ട് പെട്ടി വീഴാൻ വേണ്ടി എന്തെല്ലാം തരത്തിലുള്ള അടവും അഭ്യാസവും ഫാഷൻ ഷോ ആണെന്ന് അറിയാൻ കാണിക്കുന്നത്. ഇന്ന് ഞാൻ മന്ത്രി രാജീവിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് മന്ത്രി രാജീവാണ്. പുള്ളിക്കാരനൊക്കെ ഇരിക്കുന്നത് എന്താ തോന്നും, ഹമാസിന്റെയോ അല്ലെങ്കിൽ ഫലസ്തീന്റെയോ ഒരു നേതാവ് അവിടുന്ന് കേരളത്തിൽ വന്നിട്ട് ഇരിക്കുകയാണെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ. നമ്മൾ മലയാളികൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയാണ് എവിടെയോ കിടക്കുന്നത്, 4000-5000 കിലോമീറ്ററുകൾക്ക് അപ്പുറം കിടക്കുന്നത്. ഇവർക്ക് ഒരു അധികാരവും ഇല്ലാത്ത അവർക്ക് ഇവർ ഇങ്ങനെ കുറച്ച് മനുഷ്യരുണ്ടെന്ന് പോലും ഫലസ്തീനിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല, ഇസ്രായേലിലുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. ഇവരിടുന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു, ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു. ഇവരിവിടെ ഇരുന്ന് ഉണ്ടാക്കുന്ന ശബ്ദം അവരാരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇവരാരാണ്? സ്റ്റേറ്റിന്റെ CM ആണ്, സ്റ്റേറ്റിന്റെ മന്ത്രിമാരാണ്. ഈ നാട്ടിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പേന കൊണ്ട് വലിയ രീതിയിൽ അധികാരമുണ്ട്. നാട്ടിൽ അധികാരം ഉള്ളിടത്തൊന്നും ഒന്നും ചെയ്യത്തുമില്ല. ഒരധികാരവും ഇല്ലാത്ത, ആരും തിരിച്ചറിയാനോ ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർക്ക് വേണ്ടി ഇവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടൊരു കാര്യമാണ്, ഈ ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ കിടന്ന് ബഹളം വെക്കുന്നു, വലിയ മുദ്രാവാക്യം വിളിക്കുന്നു, റോഡിലൂടെ റാലി നടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ വലിയ സമ്മേളനങ്ങൾ നടത്തുന്നു. ആരെ ഫലസ്തീൻ? എന്താണ് മലയാളിയും ഫലസ്തീനും തമ്മിലുള്ള ബന്ധം? എന്താ ബന്ധം? നമ്മുടെ നാട്ടിൽ ലോകത്തെല്ലായിടത്തും യുദ്ധങ്ങൾ നടന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുണ്ടെങ്കിൽ, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എവിടെയാണ്? ഉക്രൈൻ കാര്യത്തിലാണ്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ കുട്ടികളാണെന്നല്ലോ ഉക്രൈനിൽ പഠിക്കാൻ പോയിട്ട് അവരുടെ വിദ്യാഭ്യാസം എല്ലാം പോയിട്ട് അവിടെ പൈസ ചിലവാക്കി, അവിടുത്തെ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടുത്തെ പൈസയൊക്കെ ചിലവാക്കി ഡോക്ടറായിട്ടൊക്കെ പഠിക്കാൻ പോയിട്ട് ലക്ഷങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇവിടുത്തെ സാധാരണ മലയാളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. അവിടുത്തെ യുക്രൈൻ യുദ്ധം കാരണം നമ്മുടെ ഇഷ്ടംപോലെ കുട്ടികൾ പഠിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നുണ്ട്. അതാണ് സത്യത്തിൽ മലയാളിയെ ബാധിക്കുന്ന പ്രശ്നം. ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാവരും ഇത് ഫലസ്തീനെന്നും അല്ലെങ്കിൽ ഇസ്രായേൽ എന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു യുദ്ധമാണ്, യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമുക്കൊരു കുറിപ്പ് എഴുതുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് തന്നെ ഇവിടുത്തെ കലാപരിപാടി. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ന്യൂനപക്ഷ വോട്ടുകളുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന വോട്ടുകളുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തന്നെ ഇവർക്കാണ് ഈ ഫലസ്തീൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഫലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഫലസ്തീനുമായിട്ട് ഇന്ത്യക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് എന്ത് ബന്ധമുള്ളത്? അവിടെ ഒരാൾ ജോലിക്ക് പോകുന്നുണ്ടോ? അവർ നമുക്ക് തൊഴിൽ നൽകുന്നുണ്ട്. പോട്ടെ, ഇപ്പോൾ അറബ് രാജ്യങ്ങളുണ്ട്, ഇപ്പോൾ UAE പോലുള്ള രാജ്യം, അവിടെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് ബഹളം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എത്ര മലയാളികളോട് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ, അവിടുന്ന് എത്ര പണം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ടെന്നറിയോ. അങ്ങനെ പോകുമെന്നെങ്കിൽ ശരിയാണെന്നെങ്കിലും പറയും. ഇതല്ലാതെ ഫലസ്തീനുമായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം, എന്ത് ബന്ധം? ഇത് ചുമ്മാ കുറച്ച് വോട്ടിന് വേണ്ടി ചുമ്മാ ഇവിടെ കിടന്ന് കുറേ ഫാഷൻ ഷോ അഫിയാസവും കാണിക്കുന്നതെന്നല്ല, അല്ലാതെ പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. ഇത് ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് ഇവരുടെ അഫിയാസമൊക്കെ ആൾക്കാർ കാണാൻ നേരത്ത് ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്ന് ഓക്കെ ആകുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നു. ഇതൊക്കെ ചുമ്മാ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്, വെറുതെ 10 വോട്ട് വെട്ടി വീഴാൻ വേണ്ടി കാണിക്കുന്ന സ്നേഹമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സ്ഥലത്തിൽ എവിടെയെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പം അഭയാർത്ഥികളാവുന്നവരെ പറ്റിയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ അഭയാർത്ഥികളായി മനുഷ്യന്മാർ പോവുകയാണ്. ഇപ്പം ന്യൂനപക്ഷ പീഡനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിൽ ഇപ്പം നടന്നു കണ്ടില്ലേ, അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ അട്ടിമറി ഉണ്ടാകുന്നു, അവിടുത്തെ പ്രധാനമന്ത്രി നാട് വിടുന്നു, അതിനുശേഷം അവിടുത്തെ ഞാൻ ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ് ഇരവാദമൊന്നും പറയുന്നില്ല, അവിടുത്തെ ന്യൂനപക്ഷത്തെ അവിടുത്തെ ഭൂരിപക്ഷം ആക്രമിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇവർ പാർട്ടിയുടെ പരിപാടിക്കകത്തൊന്നും അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ബഹളം വെക്കാത്തത്, മുദ്രാവാക്യം വിളിക്കാത്തത്? ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇത് ചുമ്മാ ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. വെറുതെ സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ അവരുടെ വിലപ്പെട്ട സമയം കൊണ്ടുപോയിട്ട് ഇതുപോലെ ചിലവാക്കിയുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഈ മുഖ്യമന്ത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന ഓഫീസുണ്ടല്ലോ, ഈ ഓഫീസിൻ്റെ താഴെ കുറച്ച് അമ്മമാർ, ആശാപ്രവർത്തകർ മുട്ടയടിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽ ഞാൻ കണ്ടതാണ്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയൊക്കെ ഈ ഫലസ്തീന് വേണ്ടിയൊക്കെ ഈ അഭ്യാസം കാണിക്കുന്നതിൻ്റെ 1% സമയം പോരെ. ഈ മുട്ടയടിച്ച് ആ തെരുവിലിരിക്കുന്ന മഴയൊക്കെ, ഇപ്പോൾ മഴയുടെ സീസണാണ്, മഴയൊക്കെ നനഞ്ഞ് കുറച്ച് ആൾക്കാരിരിക്കുക. ഇപ്പോൾ പുറത്ത് മഴ പെയ്യണം, അതുകൊണ്ടാണ് പറഞ്ഞത്. മഴയൊക്കെ കൊണ്ട് അവിടെ ആൾക്കാരിയ്ക്കുന്നു. ആ മുഖ്യമന്ത്രിയെ പാടിയൊന്ന് ഇറങ്ങി വന്ന് ഒന്ന് വെളിയിലേക്ക് വന്ന് ഈ ആശാപ്രവർത്തകരെ ഒന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് കേന്ദ്രമായിട്ടൊന്ന് കണക്ട് ചെയ്യണമെന്ന് കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സഹകരിച്ചാൽ തീരുന്ന പ്രശ്നമില്ല. അവർ വീട്ടിൽ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. പോക്കറ്റിൽ അധികാരം ഇരിക്കുക, പേന ഇരിക്കുക, ഒപ്പിട്ട് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അല്ലെങ്കിൽ സെൻട്രലിൽ പോയിട്ട് മിനിസ്റ്ററിനെ കണ്ട് ഈ വിഷയത്തെ അഭിപ്രായം പറയാനുള്ള അധികാരമുണ്ട്. ചെയ്യത്തില്ല. ഇവരിപ്പോഴും എങ്ങാണ്ട് കിടക്കുന്ന ഫലസ്തീന് വേണ്ടി ജയ് വിളിച്ചുകൊണ്ടിരിക്കുക. നാട്ടിൽ 10 പേർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ചെയ്യുമോ? അതുമില്ല. ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഫലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ചുമ്മാ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെന്ന് ഇത് പലരും പറയത്തില്ല. ഞാനങ്ങ് പച്ചയ്ക്ക് പറയും, ഇത് വെറും പൊളിറ്റിക്സ്, രാഷ്ട്രീയം. അല്ലാതെ ഈ മുഖ്യമന്ത്രിക്ക് എന്തോന്നു ഫലസ്തീൻ, മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ എന്തോന്നു ഫലസ്തീൻ. മുഖ്യമന്ത്രി ഈ നാട്ടുകാർ മലയാളികളെ തിരഞ്ഞെടുത്ത് വിട്ട ഒരാളാണ് പുള്ളിക്കാർ. മലയാളികൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്യാനാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്, ഈ മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ തന്നെ മനുഷ്യൻ നടുവൊടിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയല്ല.
എന്താ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, കുട്ടികളിലേക്ക് ലഹരി എത്തിക്കൊണ്ടിരിക്കുക. ഇവരുടെ പരിപാടി പോയി ലഹരിക്കെതിരെ ക്യാമ്പയിൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മീഡിയക്കാരെങ്കിലും ചെറിയ പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഇവരുടെ വിഷ്വൽസ് ഒക്കെ എടുത്ത് പുറത്തിടും. അപ്പോൾ കുറച്ചെങ്കിലും ആൾക്കാർ ലഹരിക്കെതിരെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു അല്ലെങ്കിൽ മന്ത്രിമാർ പ്രതികരിക്കുന്നു എന്നെങ്കിലും ഒരു വാർത്ത വരുത്തില്ലേ. ഇപ്പോൾ നാഷണൽ മീഡിയ ഒന്നും വലിയ ചർച്ചയാവുന്ന രീതിയിലൊന്നും ഇവരുടെ പാർട്ടിയുടെ പരിപാടിയൊന്നും വരാൻ സാധ്യതയില്ല. കുഞ്ഞു പാർട്ടിയാണ്, കേരളത്തിലെ പാർട്ടിയാണ് ഇവർ. പക്ഷെ കേരളത്തിലെ പാർട്ടിയാണെന്നുണ്ടെങ്കിലും കേരളത്തിലെ മീഡിയ എങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ ഒന്ന് ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ലഹരിക്കെതിരെ എന്തെങ്കിലും ഒരു റോളൊക്കെ ഇട്ടൊന്ന് പ്രതികരിച്ച കാര്യമുണ്ട്. കേരളത്തിലെ കുട്ടികൾക്കെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് പറയാം. ആ മന്ത്രിമാർ പ്രതികരിച്ച കാര്യമുണ്ടെന്ന് പറയും. അതല്ലാതെ ഈ ഫലസ്തീൻ എന്നും പറഞ്ഞ് ഇവിടെ ഇരുന്ന് ബഹളം വെച്ച് നമ്മുടെ നാട്ടിലെ റോഡിലൂടെ ഈ തീപ്പന്തമായിട്ട് നടന്ന് ഫ്ലെക്സും അടിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഇത് ഏതെങ്കിലും ഒരു ഫലസ്തീനിൽ കാണുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും കാണും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും, മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും. എന്നിട്ട് ഒഫീഷ്യലായിട്ട് ഇന്ത്യയുടെ ഒരു നിലപാട് അറിയിക്കുക, ഞങ്ങൾ ഫലസ്തീനോടൊപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഫലസ്തീന് വേണ്ടി നിങ്ങൾ നമ്മുടെ ആർമിയൊക്കെ യൂസ് ചെയ്യും. ഇതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് അധികാരം പിടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉള്ളെടുത്ത് കേരളത്തിൽ നിങ്ങൾക്കൊരു ശേഷിയുണ്ട്, നിങ്ങൾക്ക് അധികാരമുണ്ട്. ആ അമ്മമാരെയെങ്കിലും നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. കേരളത്തിൽ ഓരോ ജില്ലയിലും വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക. സ്റ്റേറ്റ് പോലീസിനെ കൂടുതൽ ഊർജ്ജമാക്കുക, അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നിയമനിർമ്മാണം ഉണ്ടാക്കി കൊടുക്കുക. ഇതിനൊക്കെയാണ് മലയാളികൾ നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അല്ലാതെ എല്ലാം കണ്ട സ്ഥലത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മലയാളി ഫലസ്തീനിൽ ജോലി ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. ഇത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ കുറച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചില ആൾക്കാരുടെ വോട്ട് പിടിച്ചൊന്ന് പെട്ടി കിടണം, ആൾക്കാരെ ഒന്ന് സൂചിപ്പിക്കണം. ഇത് തന്നെ പ്രശ്നം. അത് തന്നെ ഇത് പണ്ടത്തെ പോലെയല്ല, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇതെല്ലാവർക്കും മനസ്സിലാവുന്നു. ചുമ്മാ ആളെ പറ്റിക്കുന്നൊരു പരിപാടി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു കമൻറ്റ് ഇടുക.